കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ ഇസ്രായേലിൻ്റെ നടുവിൽ ഉണ്ട് എന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിലും നമ്മുടെ മധ്യമുണ്ട്. ആവർത്തിച്ച് യോവേൽ പ്രവചനത്തിൽ പറയുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, കാരണം ഞാൻ അവരുടെ നടുവിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നടുവിലുള്ളത് ഒരു മനുഷ്യനല്ല, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവമാണ്. എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ എന്ന് പറഞ്ഞ സർവശക്തൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകലിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ഷീണിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ സന്തോഷിപ്പിക്കുന്ന, പാറമേൽ നമ്മളെ ഉയർത്തുന്ന, അനർത്ഥ ദിവസത്തിൽ അവിടുത്തെ കൂടാരത്തെ നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സാഹചര്യത്തിലും ആര് മാറിയാലും മറന്നാലും മറക്കാത്തവൻ, വാക്കിൽ വിശ്വസ്തൻ, പ്രവർത്തിയിൽ ഭയങ്കരൻ. അവിടുത്തെ പ്രവർത്തികളെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നുള്ള അവിടുത്തെ ശബ്ദം ഇന്നും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ മുഴങ്ങുന്നുണ്ട്. ഭയപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്, ശങ്കിക്കരുത്. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. അവിടുത്തെ ഒറ്റ വാക്ക് മതി. ശതാധിപൻ അതാണ് പറഞ്ഞത്, പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല ഈ അമ്മ യേശുവിനോട് പറയുക, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവിടുത്തെ വാക്കുകൾ ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങും എന്നുള്ളത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവേ, അങ്ങൊരു വാക്ക് എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് കൽപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെടും. രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും. ആ ഒരു ചിന്ത ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ രക്ഷപ്പെടും, എൻ്റെ കുടുംബം രക്ഷപ്പെടും, ഞങ്ങൾ ശക്തരാകും, ഒരു ദുഷ്ടശക്തിക്കും ഞങ്ങളെ തൊടാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എത്ര പേർക്ക് പ്രഖ്യാപനം ചെയ്യാൻ കഴിയും? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. സഹോദരങ്ങളെ, സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം, 57-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സകലവും അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവത്തെ, സകലമെന്നല്ല, സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആർക്കും നമ്മുടെ എല്ലാ വിഷയങ്ങളും നിർവഹിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ചെയ്യാമെന്ന് മനുഷ്യർ പറയുമ്പോൾ, എൻ്റെ കർത്താവോ നമ്മുടെ സകല വിഷയങ്ങളെയും ഭംഗിയായി ചെയ്യാൻ, തീർപ്പ് കൽപ്പിക്കാൻ, പൂരിപ്പിക്കേണ്ടതിനെ പൂരിപ്പിക്കാൻ, വഴിയുടെ കുറവുകളെ നികത്തുവാൻ, ആഴിയെ വഴിയാക്കുവാൻ, ആഴത്തിൽ വെളിപ്പെടുവാൻ, ആഴത്തിൽ നിന്ന് തിരികെ കയറ്റാനൊക്കെ ഇന്ന് പകലിലും നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. എൻ്റെ വിഷയത്തെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ, അത്ഭുതങ്ങളിലൂടെ നടത്തുവാൻ, അടയാളങ്ങളിലൂടെ നടത്തുവാൻ, വീര്യപ്രവർത്തികളിലൂടെ നടത്തുവാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്നോ ഈ ദൂത ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. എൻ്റെ ദൈവത്തിന് സകലമെന്നല്ല, സകലവും കഴിയും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം 36-ാമത്തെ വാക്യം, വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു.
107 സങ്കീർത്തനം തുടങ്ങുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, കാരണം അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്ത വിമുക്തന്മാർ, വീണ്ടെടുക്കപ്പെട്ടവർ പറയണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ അവർ തയ്യാറാവണം, അവിടെ നല്ലവനാണ്. വിശന്നും ദാഹിച്ചുമിരുന്ന ജനം അവരുടെ പ്രാണൻ ഉള്ളിൽ തളർന്നപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആവർത്തിച്ച് പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. ആ സമയത്ത് തൻ്റെ ജനം തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങൾ വിടുവിച്ചു. കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിച്ച സമയങ്ങൾ, തിരകൾ പൊങ്ങിയ സമയങ്ങൾ, പക്ഷേ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരകളടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. അവർ യഹോവയെ അവിടുത്തെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവം നൽകിയ ഓരോ വിടുതലുകൾ, കുഴികളിൽ നിന്ന് വിടുവിച്ച ദൈവം, ഹല്ലേലൂയ, വലകളിൽ നിന്ന് വിടുവിച്ച ദൈവം, വചനമയച്ച് സൗഖ്യമാക്കിയ ദൈവം, ആ ദൈവത്തെ അവിടുത്തെ നന്മയെ ചൊല്ലി, വിടുതലുകളെ ചൊല്ലി ഇന്ന് പകലിലും എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ നിങ്ങൾ കാണാൻ പോകും. എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യം സത്യമാണല്ലോ, 35 വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. അവൻ മരുഭൂമിയെ, 36 വാക്യം, വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം നിങ്ങളൊന്ന് ചിന്തിക്കണമേ. വിശന്നവരെ പാർപ്പിക്കുമ്പോൾ തന്നെ പാർക്കുവാൻ തക്ക പറ്റിയിടമല്ലായിരുന്നു അതിനു മുമ്പ്. വരണ്ട ഇടമായിരുന്നു, സാധ്യതകൾ അസ്തമിച്ചു പോയിടമായിരുന്നു, ഒരു വിളവും ഉണ്ടാകാത്ത ഇടമായിരുന്നു, വെള്ളം ഒട്ടുമില്ലായിരുന്നു. പക്ഷേ ഇവരെ പാർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അതാണ് 34 വാക്യം. ശ്രദ്ധിച്ചു വായിക്കണമേ. 35 വാക്യം, അവൻ മരുഭൂമിയെ ജലതടാകവും. ശ്രദ്ധിക്കണമേ പ്രിയരെ, മരുഭൂമിയാണ്, പക്ഷേ അതിനെ ജലതടാകമാക്കി മാറ്റി. സ്തോത്രം. വരണ്ട നിലത്തെ ഞാൻ പറഞ്ഞതുപോലെ നീരുറവളുമാക്കി. അവിടെ കൃഷി നടന്നു, കൊയ്ത്ത് നടന്നു, വിത നടന്നു, സംതൃപ്തി വന്നു. വിശന്നിരുന്നവർ ഇഷ്ടം പോലെ ഭക്ഷിച്ചു. ഈ പകൽ ആത്മിക വിശപ്പുമായി വേദനയോടെ കാത്തിരിക്കുന്ന, വേണ്ടുമ്പോളം പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, വചനം ധ്യാനിക്കുവാൻ കഴിയാതെ, ആത്മീയമായി മുന്നോട്ട് വരാൻ കഴിയാതെ, എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. മൂവ് ചെയ്യാൻ കഴിയാതെ, അഭിഷേകത്തോടെ ചലിക്കാൻ കഴിയാതെ ഒരു സമൂഹം എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഭൗതിക മേഖലകളിലും വരണ്ടുപോയ അവസ്ഥ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, തലമുറയുടെ വിഷയത്തിൽ സ്വസ്ഥതയില്ല, സാമ്പത്തിക മേഖലകൾ വരണ്ടു കിടക്കുന്നു. എല്ലായിടത്തും ഡ്രൈനസ് ഫീൽ ചെയ്യുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഒരു വലിയ നീരൊഴുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദി, സമാധാനത്തിൻ്റെ ഒരു നദി, സന്തോഷത്തിൻ്റെ ഒരു നദി, അഭിഷേകത്തിൻ്റെ ഒരു നദി ഇന്ന് പകൽ പെയ്തിറങ്ങിയാൽ നിങ്ങളുടെ വിശപ്പ് മാറുകയാ, നിങ്ങളുടെ ദാഹം മാറുകയാ, ആത്മീയ കരുത്ത് വ്യാപരിക്കുക, ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുക.
അറപ്പാനും മുടിപ്പാനും പിശാച് വന്നെങ്കിൽ ജീവൻ തരാൻ, സമൃദ്ധിയായി ജീവൻ തരാൻ എൻ്റെ കർത്താവ് വന്നിരിക്കുക. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ വാതിലാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകളെ അറിയുന്നവനാണ്, യെസ്, ഞാൻ ജീവിപ്പിക്കുന്നവനാണ്, ഞാൻ വിശപ്പുള്ളവരെ അവരെ സംതൃപ്തിയോടെ. നോക്കൂ, ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നു, അവർ വിശന്നു പോയവരാണ്, ദാഹിച്ചു പോയവരാണ്, തളർന്നു പോയവരാണ്, ക്ഷീണിച്ചു പോയവരാണ്, പ്രാണനുള്ളിൽ തളർന്നു പോയി. പക്ഷേ തമ്പുരാൻ പറയുന്നു, ഞാനൊരു നീരൊഴുക്ക് പകരാൻ പോകുകയാണ്, ഞാൻ അവരെ ജലതടാകത്തിൻ്റെ അരികിലേക്ക് നട്ടാൻ പോകുകയാണ്. അവർ ഇഷ്ടം പോലെ പാനം ചെയ്യാൻ, ആത്മനദിയിൽ നിന്ന് പാനം ചെയ്യാൻ, അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇഷ്ടം പോലെ കുടിക്കാൻ, ആത്മശക്തി വ്യാപരിക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുക, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. എല്ലാ വരണ്ട അവസ്ഥകളും ആത്മശക്തിയോടെ മുൻപോട്ട് വരാൻ കഴിയാതെ ജീവിതത്തിൽ വരൾച്ചകൾ കൊണ്ടുവരുന്ന, തളർച്ചകൾ കൊണ്ടുവരുന്ന, ക്ഷീണം കൊണ്ടുവരുന്ന, പ്രാണന് ക്ഷയമയക്കുന്നത് പോലെ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളും മാറണമോ? ആത്മാവിൻ്റെ ഒരു നദി ഈ പകൽ ഇറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. അവൻ അവരെ അവിടെ പാർപ്പിച്ചു. കുറിവാക്യം മറന്നു പോകരുത്. ആരെ? വിശന്നിരുന്നവരെ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം. നോക്കൂ, അനുഭവങ്ങൾക്ക് ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലേക്ക് ജലതടാകം വന്നു, വരണ്ട നിലം നീരുറോളായി. അപ്പോൾ വിശന്നിരിക്കുന്നവർ വിശപ്പ് മാറി. ഈ പകൽ ആ ജീവജലം ഒഴുകുകയാണ്, ആ ജീവജലം ഒഴുകുകയാണ്, ആ ജീവജലം ഒഴുകുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ ജീവജലത്തിൻ്റെ നദി, പരിശുദ്ധാത്മാവിൻ്റെ നദി ഇന്ന് പകൽ ഒഴുകിയാൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക, യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശന്നിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ, സംതൃപ്തിയില്ലാത്തവരെ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ആത്മസംതൃപ്തിയിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ ശക്തരാക്കി അവരെ നട്ട ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അവരെ പണിയുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അവരെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി അവരെ ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ച്, ശക്തീകരിക്കേണ്ടത് ശക്തീകരിച്ച്, ബലം കൽപ്പിക്കേണ്ടടുത്ത് ബലം കൽപ്പിച്ച് ആത്മീക ശക്തിയിലേക്ക്, നിയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന പകൽക്കാലമാക്കി അവിടെ തീർത്തിരിക്കുക. സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പദവിടത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. വിശന്നിരിക്കുന്നവരെ പാർപ്പിക്കേണ്ടടുത്ത് പാർപ്പിക്കും, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കും, ശക്തീകരിക്കേണ്ടടുത്ത് ശക്തീകരിക്കും, ബലം കൽപ്പിക്കേണ്ടടുത്ത് ബലം കൽപ്പിക്കും. പാർക്കാൻ തക്ക പട്ടണത്തിൽ തന്നെ ദൈവം നിങ്ങളെ പാർപ്പിക്കും. ഈ വചനങ്ങൾ അലവണ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.